നമസ്തേ. അപരസാമ്യമില്ലാത്ത ചിത്രകലാ പ്രതിഭ, അനന്യസാധാരണമായ ചിത്രരചന കൊണ്ട് 6ലധികം ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ കലാകാരൻ. അകലെ നോക്കിയാൽ ചിത്രം, അരികത്ത് നോക്കിയാൽ ചരിത്രം. ഈ വിശേഷണം ഒരാൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട ചിത്രകലാ പ്രതിഭ മനു കള്ളിക്കാട്. ഇന്ന് നമ്മോടൊപ്പം ഈ വർത്തമാനത്തിൽ മനു കള്ളിക്കാടാണുള്ളത്. മനോട്ടാ, നമസ്കാരം. ചിത്രകലയുടെ പരമ്പരാഗത ശൈലി വിട്ടിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണുകളൊക്കെ ശേഖരിച്ചിട്ട് ഒരു പുതിയ മനുവേട്ടൻ്റെതായിട്ടുള്ള ഒരു ശൈലി രൂപപ്പെടുത്തിയിട്ടാണല്ലോ മനുവേട്ടൻ വരായണം ചെയ്തത്. അതിനാണല്ലോ ഒരു ലോക റെക്കോർഡുള്ളത്. ഞാൻ സാധാരണ ഒരു ചിത്രകലയിലൊരു പുതിയ സാധനം അവതരിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. മറ്റു പലരും ചെയ്ത് വിജയിച്ച കാര്യങ്ങളുടെ പുറകെ ഞാൻ ഒരിക്കലും പോകാറില്ല. എപ്പോഴും എൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങളായിരിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോൾ ഈ രാമായണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ഇത് ശരിക്കും സീത എന്ന കഥാപാത്രം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും മണ്ണിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്ക് ഈ ആൾക്കാരിന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും മണ്ണിനെയാണ്. ഇന്ന് നമ്മൾ സീതയുടെ സ്ഥാനത്ത് നമ്മൾ ശരിക്കും മണ്ണിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. അന്ന് മാനിഷാദ എന്ന് പറയുന്നത് ഒരു കാട്ടാളിനോടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ലോകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിനെ നിരന്തരമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാളന്മാർക്ക് നേരെ, ഇത് ശരിക്കും ഒരു ചിത്രരചനയേക്കാളുപരി കാട്ടാളന്മാർക്ക് നേരെ എതിരെയുള്ള എൻ്റെ ഒരു ശക്തമായ മൗനമായ ഒരു പ്രതിഷേധം കൂടിയാണ് മണ്ണിനെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി. അങ്ങനെ ഈ രാമായണത്തിൻ്റെ ഈ വിഷയം ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആദ്യം പെയിൻറ്റ് തന്നെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. എങ്കിലും ആ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ള നിരവധി പത്രവാർത്തകൾ, ഞാനും കൂടെ പങ്കെടുത്തിട്ടുള്ള ചില പരിപാടികൾ, മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എന്നെ നന്നായി സ്വാധീനിച്ചു. അത്തരത്തിലാണ് ഇത് മണ്ണുകൊണ്ട് എന്തുകൊണ്ട് ചിത്രരചന ആയിക്കൂടാ എന്നുള്ള രീതിയിലേക്ക് ഞാൻ തിരിഞ്ഞത്. അതിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആൾക്കാരിത് എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ മണ്ണുകൊണ്ടുള്ള ചിത്രരചനാ രീതിയെ പിന്തുടരുന്ന നൂറുകണക്കിന് ആൾക്കാർ ഉണ്ട്. അവരെല്ലാം ഇപ്പോൾ ധാരാളം പേർ ഇതിനെ പിന്തുടരുന്നു എന്നുള്ളത് തന്നെ ഈ എൻ്റെ ഈ രാമായണത്തിൻ്റെ ഈ മണ്ണുകൊണ്ടുള്ള മൺചായ ചിത്രങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രോത്സാഹനം കൂടെയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളെ വളരെ കുറഞ്ഞ വരകൾ കൊണ്ട് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വരായണം. ഇത് വളരെ ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു ഉറുമ്പ് ഒരു പ്രത്യേക രീതിയിൽ അത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു വളരെ നിസ്സാരമായൊരു പൂവ്, അതിൻ്റെ പോലും ചെറിയൊരു ഭാഗങ്ങൾ പോലും ഒക്കെ വലിയ കാഴ്ചകൾ മാത്രമല്ല, വളരെ ചെറിയ കാഴ്ചകൾ പോലും നമ്മളെ സ്വാധീനിക്കും. അത്തരത്തിൽ ഞാൻ ഒരിക്കൽ കുളിമുറിയിലേക്ക് കയറിയപ്പോൾ ആ നിലത്ത് കിടന്ന ഒരു തലമുടി, അതായത് പന്നൽ ചെടിയുടെ നാമ്പ് പോലെ ചുരുണ്ട് കിടന്ന ഒരു തലമുടിയാണ് എനിക്ക് പ്രചോദനമായി കിട്ടിയത്. എനിക്കതിൽ നിന്നൊരു സ്ത്രീ രൂപത്തെ എനിക്ക് ദർശിക്കാൻ പറ്റി. കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ സ്ത്രീ രൂപത്തെ മറ്റൊരു പുരുഷ രൂപവും കൂടെ ആക്കി മാറ്റി. പിന്നെയാണ് ചിന്തിച്ചത്, ഇത്രയും ലളിതമായ വരകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെയും പുരുഷനെയും നമുക്ക് വരച്ചെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്കത് വെച്ചൊരു ഇതിഹാസം തന്നെ നമുക്ക് തീർത്തുകൂടെയത്. അത്തരത്തിൽ ഒരു 7 മാസത്തോളം ഞാൻ ഇതിനു വേണ്ടി രാമായണം നന്നായി വായിച്ച് പഠിച്ചതിന് ശേഷം അതിലെ എല്ലാ കഥാപാത്രങ്ങളെയും വളരെ ലളിതമായ രീതിയിൽ വരച്ചെടുത്തു. അപ്പോൾ അതിന് മനുഷ്യ രൂപം തന്നെ ശരിക്കും വേണമെന്നില്ല. കാരണം രാമായണം എന്ന് പറയുന്ന ആ ഇതിഹാസം മിക്കവാറും ആൾക്കാരുടെ എല്ലാം മനസ്സിലുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സിമ്പിൾ അവരുടെ മനസ്സിലുള്ള രാമനെയോ സീതയോ അല്ലെങ്കിൽ രാവണനെയോ അങ്ങനെ ഒരു കഥാപാത്രത്തെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ല. ചെറിയ ചെറിയ അടയാളങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ അവരെ ഏതെങ്കിലും സിനിമയിലോ ഏതെങ്കിലും കലണ്ടർ ചിത്രങ്ങളിലോ പുസ്തകങ്ങളിലോ കണ്ട ചിത്രങ്ങളത് അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ എൻ്റേത് ആ ഒരു സന്ദർഭത്തെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് മാത്രം. പ്രകൃതിയെ മനുഷ്യൻ ഇന്ന് നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരമൊരു ശ്രദ്ധേയമായ രചന ശൈലി വളരെയധികം അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ സ്വതന്ത്രമായി ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ മണ്ണിൻ്റെ നിറം നോക്കാം. ഇപ്പോൾ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇപ്പോൾ ഞാൻ കോട്ടയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ മഞ്ഞ കളറിലുള്ള മണ്ണ് കണ്ടിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെന്നെങ്കിലും ഇതെൻ്റെ ചിത്രകലയ്ക്ക് ഉപകാരപ്പെടും എന്ന നിലയ്ക്ക് ഞാൻ സാറിന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാമായണം തുടങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും പോയി അത് ശേഖരിച്ചു. പക്ഷേ ഇത് മണ്ണ് പെയിൻ്റാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് അത് കണ്ടപ്പോൾ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് 7 മാസത്തോളം എടുത്തു എന്ന് ഞാൻ പറഞ്ഞത്. അത് കുറേയേറെ പരീക്ഷണം കൂടിയാണ്. ഇത്തരത്തിൽ ഇതിന് മുന്നേ ഈ മണ്ണുപയോഗിച്ച് ഒരു ആൾക്കാർ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് പെയിൻറ്റ് രൂപത്തിൽ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് മുമ്പ് അറിവില്ല. രാമായണത്തെ വരായണം എന്ന് പറയുന്ന ചിത്രകലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ചിത്രയാത്ര നടത്തിയിട്ട് മണ്ണിൽ മാത്രം ചെയ്തൊരു കാര്യമാണല്ലോ അത്. അതായത് രാമായണം എന്ന ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ വരായണം എന്ന ചിത്ര പരമ്പര തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഒരു 40ഓളം ക്യാൻവാസുകളിൽ ഞാനത് ആവാഹിച്ചു കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു പരീക്ഷണം മാത്രമാണ്. ഞാനിനി ഒരു പക്ഷേ അതൊരു 400 4000 ഇതിനെ വികസിപ്പിക്കും. രാമായണം പൂർണ്ണമായിട്ടും ഞാൻ മണ്ണുകൊണ്ട് അത് ഞാൻ പൂർത്തിയാക്കും. ബയോഗ്രാഫിക്കൽ കൊളേഷ് എന്ന ഒരു പുത്തൻ രചനാശൈലിക്ക് തുടക്കം കുറിച്ചത് മനുവേട്ടനാണ്. എന്താണ് ഈ ബയോഗ്രാഫിക്കൽ കൊളാഷ്? ബയോഗ്രാഫിക്കൽ കൊളാഷ് എന്ന് പറഞ്ഞാൽ ജീവചരിത്ര കേന്ദ്രീകൃതമായുള്ള കൊളാഷ് എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ എത്തപ്പെട്ടത് ഞാൻ ആദ്യമായിട്ട് 1980 ഒരു കൊളാഷ് ചിത്രം രചിക്കുന്നത്. ഇത് ചിത്രകാരനെ സംബന്ധിച്ച് ക്യാൻവാസും പെയിൻറ്റും ബ്രഷും ഉണ്ടെങ്കിൽ മാത്രമേ ചിത്രം രചിക്കാൻ കഴിയൂ. പക്ഷെ അന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ക്യാൻവാസോ ബ്രഷോ അതിൽ ഏതെങ്കിലും ഒരു ഉപകരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇല്ല എങ്കിൽ ആ ഇല്ലായ്മയിൽ അയാളെങ്ങനെ ചിത്രം രചിക്കും എന്നുള്ളൊരു സംശയം. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു കൊളാഷ് തീർത്തത്. പക്ഷേ ഈ കൊളാഷ് അതിന് ശേഷമാണ് ഞാൻ ധാരാളം വായിച്ച് അറിയുമ്പോൾ ഇങ്ങനെ പിക്കാസോ പോലുള്ള മാസ്റ്റേഴ്സ് കൊളാഷ് എന്ന് പറയുന്ന ചിത്ര രചന ശൈലി മുമ്പ് തീർത്തതായിട്ട്. പക്ഷെ അത് കണ്ടിട്ടോ അല്ലെങ്കിൽ അത് അനുകരിച്ചിട്ടോ ആയിരുന്നില്ല ആദ്യത്തെ കൊളാഷ്. പിന്നെ ഞാൻ ആ വർക്ക് അവിടെ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊളാഷിന് മറ്റൊരു രൂപം. ഒരു ചിത്രത്തോടൊപ്പം തന്നെ നമുക്ക് നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിത്രം രചിക്കുമ്പോൾ അതിനുള്ള വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചരിത്രം കൂടെ രേഖപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള വർക്ക് ചെയ്തത്. അത് ഞാൻ തന്നെ ഇട്ടൊരു പേരായിരുന്നു ബയോഗ്രാഫിക്കൽ കൊളാഷ്, ജീവചരിത്ര കേന്ദ്രീകൃതമായിട്ടുള്ള കൊളാഷ് ചിത്രം. ഇതിൽ 2007 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എത്ര ആളുകളുടെ ബയോഗ്രാഫി കൊളാഷ് ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഏകദേശം 40ഓളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 40ഓളം വർക്ക് എന്ന് പറയുമ്പോൾ ആ വ്യക്തികളെക്കുറിച്ച് നമുക്ക് കിട്ടാവുന്നത്രയും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മറ്റു പത്രങ്ങളിലും മാസികകളിലും വന്നിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണം. ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ളൊരു കൊളാഷ് എൻ്റെ കൈവശമുണ്ട്. ഏകദേശം 20 വർഷത്തെ കളക്ഷനാണ്. അതായത് ഡാവിഞ്ചിയെക്കുറിച്ചുള്ളൊരു കൊളാഷ് എൻ്റെ കൈവശമുണ്ട്. അതും ഏകദേശം 20 വർഷത്തെ കളക്ഷനാണ്. ആ കളക്ട് ചെയ്തതിന് ശേഷം അത്രയും സാധനം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൊളാഷ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 20 വർഷം കഴിഞ്ഞാൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് എനിക്കൊരു കൊളാഷ് വർക്ക് ചെയ്യണം, ഡാവിഞ്ചിയുടെ ഒരു വർക്ക് ചെയ്യണമെന്ന്. നമ്മൾ ഒരാളിൻ്റെ ഒരു മഹത് വ്യക്തിയുടെ ഒരു പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ആ താല്പര്യം വേണമെങ്കിൽ കുറയാം. ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അവർ മറന്നുവന്നിരിക്കും. 1 വർഷമൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് പോലും നമുക്ക് തോന്നാം. പക്ഷേ ഇത് നമ്മളൊരു പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി 20ഓളം വർഷം നമ്മൾ ഈ സാധനം കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ തീവ്രമായിട്ട് ഈ വ്യക്തിയുടെ ചിത്രം ഒരു പോർട്രേറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും വേണം. നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ പത്രമാസികകളിൽ വരുന്ന ഈ ചിത്രങ്ങളും മറ്റും നമ്മൾ ശേഖരിച്ച് വെക്കുകയും വേണം. ഇത് കേടുകൂടാതെ സൂക്ഷിക്കണം.
ഇത് കഴിയുമ്പോൾ ഈ വ്യക്തിയെ നമ്മൾ നന്നായി പഠിക്കും. ആ വ്യക്തിയുടെ ചരിത്രം കംപ്ലീറ്റ്, അവരുടെ മേഖലയെക്കുറിച്ച്, അവരുടെ ഭാവത്തെക്കുറിച്ച് ഇതെല്ലാം പഠിച്ചതിന് ശേഷം അയാളുടെ എല്ലാ വ്യക്തിത്വവും ഒത്തിണങ്ങിയ ഒരു ചിത്രം മോഡലാക്കി വെച്ചുകൊണ്ടാണ് ഈ കൊളാഷ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്ന ചിത്രകാരനെ സംബന്ധിച്ച് ആ ചിത്രകാരൻ്റെ കഴിവിനനുസരിച്ച് പെയിൻറ്റ് വഴങ്ങി കൊടുക്കും. പക്ഷെ ഇവിടെ കൊളാഷ് ചെയ്യുന്ന ചിത്രകാരനെ സംബന്ധിച്ച് നമ്മുടെ കൈവശം കുറച്ച് കടലാസ് കഷ്ണങ്ങൾ അല്ലെങ്കിൽ കുറേ പത്ര കട്ടിങ്സ് മാത്രമാണുള്ളത്. ഈ കഷ്ണങ്ങളുടെ ഉള്ളിൽ, ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചിത്രകാരൻ ചിത്രം രചിക്കാൻ വേണ്ടി വഴങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ഏറ്റവും നല്ല വ്യക്തിത്വം തിളങ്ങി നിൽക്കുന്ന ഒരു ചിത്രം, പക്ഷേ ആ ചിത്രത്തിൽ നിന്ന് ആ വ്യക്തിയുടെ എല്ലാ ചരിത്രവും നമുക്ക് വായിച്ചെടുക്കാൻ കൂടെ കഴിയുക. അതാണ് ബയോഗ്രഫിക്കൽ കൊളാഷ് എന്ന് പറയുന്ന ഒരു ചിത്രരചനാ ശൈലിയിലൂടെ അത് നടപ്പിലാക്കുകയും ഇന്ന് അത് നിരന്തരമായി ധാരാളം ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബയോഗ്രാഫിക്കൽ കൊളേഷനെ ആസ്പദമാക്കിയിട്ട് ഏകദേശം 40ഓളം ചിത്രങ്ങൾ മനോടൻ ചെയ്തല്ലോ. അതിനകത്ത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത് എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സാധനം ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു? വ്യക്തിപരമായി എന്നെ സ്വാധീനിച്ചുള്ള വ്യക്തികളെ മാത്രമാണ് ഞാൻ കൊളാഷിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ തൊട്ടടുത്ത പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പോൾ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനം കേരളം എന്തുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നു, ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആൾക്കാരുടെ, ഈ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ള തോന്നലുകൊണ്ട് മാത്രമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ചിത്രവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നിരവധി രാഷ്ട്രീയ സംഗീത രംഗത്തുള്ള ഒരു പെയിൻറ്റിങ് രംഗത്തുള്ളവരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ നവോത്ഥാന രംഗത്ത് ശ്രീനാരായണ ഗുരുവിനെ മാത്രമാണ് കൊളാഷിലൂടെ ഞാൻ ആവാഹിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്താണ് താങ്കളുടെ ബുദ്ധി? അതിൽ ഒന്ന് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തലമുറകളായിട്ട് വിശ്വസിച്ചു പോരുന്നത് കൊണ്ടോ, അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടോ, സമൂഹം വിശ്വസിക്കുന്നത് കൊണ്ടോ നിങ്ങളൊന്നും വിശ്വസിക്കരുത്. യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ വിശകലനം ചെയ്ത് സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. പക്ഷെ ഇന്നത്തെ സന്യാസിമാർ ഇത്തരത്തിലാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഞാനാണ് ദൈവം എന്നൊക്കെ പറയുന്ന സന്യാസിമാർ നമ്മളെ സമൂഹത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ കാണുമ്പോൾ, അത് മാത്രമല്ല നമ്മുടെ കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലൊക്കെ ശ്രീബുദ്ധൻ്റെ 8ാം നൂറ്റാണ്ട് വരെ ഇവിടെ ശരിക്കും ബുദ്ധമതമായിരുന്നു കേരളത്തിൽ. പക്ഷെ അതിനുശേഷം വടക്കേന്ത്യയിൽ നിന്ന് ബ്രാഹ്മണ സമുദായം നമ്മുടെ കേരളത്തിലേക്ക് ഹിന്ദുമത പ്രചാരണത്തിന് ശേഷം എത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇന്ന് കാണുന്ന നിരവധി പ്രശ്നങ്ങൾ, ഇന്ന് കാണുന്ന ജാതിയുടെയും മതത്തിൻ്റെയും പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയത്. ശരിക്കും മനുഷ്യത്വത്തിൽ അടിസ്ഥിതമായിട്ടുള്ളൊരു ജീവിത ശൈലിയായിരുന്നു ബുദ്ധവും ബുദ്ധമതവും ബുദ്ധമതത്തിൻ്റെ സന്യാസിമാരും ഇവിടെ നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ആ മനുഷ്യത്വത്തിൽ അടിസ്ഥിതമാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ എന്നും ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്നതും ബുദ്ധൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഞാൻ ശരിക്കും ദൈവമായിട്ടല്ല, ശരിക്കും ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ ആരാധിക്കുന്നത്. ഒരു ചിത്രത്തിനകത്ത് ഒളിപ്പിച്ച മറ്റൊരു ചിത്രം, അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ചിത്രം വ്യക്തമാകുന്നുണ്ട്, അടുത്ത് നോക്കുമ്പോൾ ആ ചിത്രം അവ്യക്തമാണ്. എന്താണ് ഈ കൊളാഷ് മാജിക്കിൻ്റെ ഒരു ഒരു രഹസ്യം? ഈ ആദ്യം ചെയ്ത കൊളാഷിൽ നിന്ന് നമ്മൾ പിന്നെ വളർച്ച പ്രാപിക്കുകയാണ്. ഈ കൊളാഷിൻ്റെ ഓരോ ഘട്ടം വരുമ്പോഴും അതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിനനുസരിച്ചിട്ട് കൊളാഷിൽ മാറ്റം വരുത്താറുണ്ട്. ഉദാഹരണമായിട്ട് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറി നൈറ്റിൽ ചെയ്തിട്ടുള്ള അതേ ട്രീറ്റ്മെൻറ്റ് ഈ കൊളാഷിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുവരെ ചെയ്തു വന്ന കൊളാഷിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു പിക്കാസോയുടെ വർക്ക്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് അത് വിലയ്ക്ക് വാങ്ങി പോവുകയും ചെയ്തു. അതിനെന്തോ ആ വർക്കിനൊരു സാധാരണ കൊളാഷിൽ നിന്നും മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ
ഗീത. ഗീതയ്ക്ക് ആ വർക്കിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നിക്കൊണ്ട് പറഞ്ഞു ഇനി തുടരുന്ന വർക്കുകൾ കഴിയുന്നതും ഈ ഒരു സ്റ്റൈല് ഒന്ന് കീപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും മദർ തെരേസയും വിധോബാനും ചെയ്തത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ പ്രിൻറ്റിങ്ങിന് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ വളരെ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ചിത്രം കാണാൻ കഴിയും. പക്ഷെ വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് വെറും പിക്സൽ മാത്രമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അത് എൻ്റെ രണ്ടാമത്തെ ഈ കൊളാഷിൻ്റെ ഒരു രണ്ടാം ഘട്ടമായിരുന്നു. അതിനൊരു വികാസം ഉണ്ടായി എന്ന് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതിൽ ഈ ബയോഗ്രഫിക്കൽ കൊളാഷും ഉണ്ട്, പക്ഷേ നമ്മുടേതായ ഒരു സംഭാവന കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രകൃതിയുടെ നിയതമായ താളം തെറ്റിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ പ്രവൃത്തി, അത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു ചിത്രകലയിൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ മനുവേട്ടൻ അതിനെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് അല്ലെങ്കിൽ ഒരു കൊച്ചു ചിത്രത്തിലേക്ക് അത് സന്നിവേശിപ്പിച്ചത്? പ്രകൃതി നശീകരണത്തെക്കുറിച്ച്, അത് പ്രകൃതി എന്ന് തന്നെ ആവണമെന്നില്ല, നമുക്ക് പലതും ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഗീതത്തിൽ മാറ്റം വരുന്നുണ്ട്, ഭാഷയിൽ മാറ്റം വരുന്നുണ്ട്, വസ്ത്രധാരണത്തിൽ മാറ്റം വരുന്നുണ്ട്, ഭക്ഷണ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അത്തരം ചില മാറ്റങ്ങൾ വളരെ പെട്ടെന്നുണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയും. എന്നാൽ കാലക്രമേണ മാറുന്ന ചില മാറ്റങ്ങളുണ്ട്, അത് കാലം കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള പച്ചപ്പ് വളരെ ക്രമേണ അത് ഇങ്ങനെ നഷ്ടപ്പെട്ട്, ഈ പ്രകൃതിയുടെ പച്ചപ്പ് മുഴുവൻ നഷ്ടപ്പെട്ട് പ്രകൃതിക്ക് നാശം വരുന്ന ഒരു സംഭവത്തെയും അതിനുശേഷം പ്രകൃതി വരാൻ പോകുന്ന വലിയൊരു വരൾച്ചയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിം, അതിന് ലോകത്തിലെ ഏറ്റവും ചെറിയ പരിസ്ഥിതി ചിത്രത്തിനുള്ള ഒരു ശരിക്കൊരു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അവാർഡ് എനിക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 8 സെക്കൻഡ് മാത്രമാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലെ ഒരു വലിയ ഒരു ആശയത്തെ മറ്റൊരു മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം കൂടെ ഈ 8 സെക്കൻഡുള്ള ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലൂടെ എനിക്കത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷം. മനോട്ടെ സജസ്റ്റ് ചെയ്തൊരു വർക്കുണ്ട്, അത് ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല, പക്ഷേ അത് നാളെ ലോകം അംഗീകരിക്കപ്പെടുന്നൊരു വർക്കായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ. ഞാൻ സ്ക്രിപ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ പേര് കട്ടെന്നാണ് നമ്മൾ ഇട്ടത്. അതിനെക്കുറിച്ച് മനോട്ട് പറയാം. കട്ടിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് എനിക്ക് ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിച്ചത് നിങ്ങളാണ്. കാരണം ഞാൻ ഈ ഉറുമ്പുകളെക്കുറിച്ച് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് രാഹുൽ കൈമല വർക്ക് ചെയ്തിട്ട് ദേശീയ അവാർഡ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, അന്നം എന്ന ഷോർട്ട് ഫിലിമിൽ എനിക്കൊരു ടൈറ്റിൽ എഴുതാനുള്ള അവസരം തോന്നി. ഞാൻ ഇംഗ്ലീഷും മലയാളം ടൈറ്റിൽ ഞാനാണ് ചെയ്തത്. ഇംഗ്ലീഷ് ഞാൻ വരച്ചുണ്ടാക്കി, പക്ഷെ മലയാളം ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ജീവിക്കുന്ന ജീവനുള്ള ഉറുമ്പുകളെ വെച്ചുകൊണ്ട്, അതായത് ഉറുമ്പുകൾ ഒന്നിച്ച് കൂടിച്ചേർന്നുകൊണ്ട് അന്നം എന്ന് എഴുതുന്ന ഒരു ടൈറ്റിൽ. പക്ഷേ ഞാനത് നിങ്ങൾ എത്ര അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാനതിൻ്റെ പിന്നിലൊരു ബന്ധപ്പാടെന്ന് ഞാൻ 30 തവണ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ അത് അത്തരത്തിലൊരു അന്നം എന്നുള്ള ടൈറ്റിൽ ഉണ്ടാക്കിയെടുത്തത്. അത് നിങ്ങളെനിക്ക് അത് അംഗീകരിക്കുകയും നിങ്ങളത് ആ സിനിമയിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വന്നു. പിന്നെ രണ്ടാമത്തെ കട്ട്. ആ കട്ട് എന്ന് പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് ഷൂട്ട് ചെയ്ത കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ശരിക്കും ആഗോളതലത്തിൽ ശ്രദ്ധേയമായൊരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ അത് സ്ക്രിപ്റ്റ് എഴുതുന്നത് നിങ്ങൾ പറഞ്ഞാൽ സ്ക്രിപ്റ്റ് മാത്രമല്ല, ആ സിനിമ ഇന്നത്തെ രീതി സിനിമ ആക്കിയതിൻ്റെ പിന്നിൽ മുഴുവൻ ശരിക്കും രാഹുൽ കൈമലിൻ്റെ കൈയുണ്ടായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും അതിനെ വളരെ ഗംഭീരമായൊരു സിനിമയാക്കി വെച്ച് ഞാൻ ഇന്നും അത് പുറത്തിറങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായൊരു അവസരം നമുക്ക് വരട്ടെ.
അവസരം വരുന്ന സമയത്ത് ഈ 2-3 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. കണ്ട സമയത്ത് അത് വളരെ ഗംഭീരമായ സിനിമ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകുകയാണെങ്കിൽ ആകട്ടെ. പക്ഷെ അതിൽ നമുക്ക് 2 ആളിനും കൂടെ വളരെ ഗംഭീരമായി സഹകരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര കലാസംവിധായകനായിട്ട് എനിക്ക് വരാൻ ഞങ്ങളുടെ ചോപ്പ് എന്ന് പറയുന്നൊരു സിനിമയിലൂടെ എനിക്ക് കഴിഞ്ഞു എന്നാണ്. ഒരു സിനിമയിൽ കലാസംവിധാനം, ആ സിനിമയിലൊരു ക്യാരക്ടറിൽ അഭിനയിക്കുക, എൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ രഘു കൈമല എനിക്ക് തന്നു എന്നുള്ള നന്ദി ഞാൻ വ്യക്തിപരമായിട്ട് പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. പ്രിയപ്പെട്ട മനുവേട്ടൻ്റെയും ഗീതേച്ചിയുടെയും ഒരേ ഒരു പുത്രനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗുരുപ്രസാദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടി ഒരു നിലപാട് അറിയാതെ ഈ ഒരു സംസാരം വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരുപാട് വർക്കുകൾ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ ചെയ്തത് ബയോഗ്രഫിക്കൽ കൊളാഷാണ്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടു വളർന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇല്ലുസ്ട്രേഷൻ, 3D സ്ട്രീറ്റ് പെയിൻറ്റിങ്. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഈ വർക്ക് ഞാൻ കണ്ട് വളർന്ന ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ഈ ഒരു വർക്ക് ഈ ലോകം മൊത്തം അങ്ങ് എന്താ പറയുക, അച്ഛനെ അങ്ങ് യൂസ് ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ഈ വർക്കിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഈ ലോകത്ത് മൊത്തം ഇനിയും എത്താനുള്ള ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ജീവിതയാത്രയിലെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ജ്യേഷ്ഠ സുഹൃത്താണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. ഇതുവരെ എന്നോട് നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ സഹോദര തുല്യനായിട്ടുള്ള രാഹുൽ കൈമല, ഇതുവരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവർക്കും നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.